ഹലോ ഗൈസ്, അപ്പോൾ സോറോ ഐറ്റിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഞാൻ ഇതാ പുതിയ വീഡിയോ ആയിട്ട് വന്നേക്കാണ്. പുതിയ വീഡിയോയിലിപ്പോൾ ആൻഡ് കഴിഞ്ഞ വീഡിയോ ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ബിഗ് താങ്ക്സ് ടു ദാറ്റ് സപ്പോർട്ട്. ആൻഡ് ഞാൻ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും സപ്പോർട്ട് കിട്ടി. വ്യൂസ് കിട്ടിയിട്ടുണ്ട്. ബട്ട് ആരും എന്നെ സബ്സ്ക്രൈബ് മാത്രം ചെയ്യുന്നില്ല. ഇതാണ് മെയിൻ ഫേസിങ് ആയിട്ടുള്ള പ്രോബ്ലം. നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുന്നുണ്ട്, വ്യൂസ് ഉണ്ട്. ബട്ട് എനിക്ക് എന്ത് കിട്ടുന്നില്ല? മെയിനായിട്ട് എനിക്ക് സബ് ചെയ്യുന്നില്ല നിങ്ങളാരും. നിങ്ങളെല്ലാവരും കാണുന്നുണ്ട്. നിങ്ങൾ കാണുന്നുണ്ട്. നല്ല വീഡിയോക്ക് നല്ല വ്യൂസൊക്കെ ഉണ്ട്. ആ വ്യൂസ് എല്ലാവരും കാണുന്ന എല്ലാവരോടും ബിഗ് താങ്ക്സ്. ഓക്കെ, അപ്പം നിങ്ങൾ വീഡിയോ കാണുന്നതിലൂടെ തന്നെ എൻ്റെ സബും കൂടി ചെയ്യാം. സബ് ചെയ്യാതെ നിങ്ങൾ വ്യൂസ് മാത്രം ചെയ്യല്ലേ. നിങ്ങൾ സബും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒരു റോഡ് ടു 50 സബ്സ്ക്രൈബേഴ്സ് ആയിക്കഴിഞ്ഞാൽ എനിക്ക് ലൈവ് ഇടാൻ പറ്റും, ലൈവ് സ്ട്രീം ചെയ്യാൻ പറ്റും. നമുക്ക് 50 സബ് ആയിക്കഴിഞ്ഞാൽ. സോ ഗൈസ്, 50 സബ്ബാവാൻ വേണ്ടി ഇപ്പം എനിക്കുള്ള 4 സബ്ബാണ്. 4 സബ്ബിൽ ഒരു 50 സബ്ബങ്ങ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ ലൈവ് സ്ട്രീമിങ് അങ്ങ് തുടങ്ങും. പപ്പു പേളും മോനെ കിടിലും ഒരു കളിക്കാൻ അറിയുന്ന പ്ലെയർ തന്നെയാണ് ഓപ്പോസിറ്റ് ഉള്ളത്. സോ അത് നമ്മളിതാ ഇവിടെ പറയാൻ വന്ന കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. വ്യൂസ് മാത്രമല്ല ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈവ് ഇടാം. ലൈവിൽ കൂടെ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കാം, ടോക്ക് ചെയ്യാം. മെയിനായിട്ട് നമ്മൾ ലൈവ് ഇടുമ്പോൾ അങ്ങോട്ട് ഫ്രണ്ടാക്കാം എന്നൊക്കെയാണ് ഞാൻ പറയണേ. അതൊക്കെ ഒരു ചെറിയൊരു മിസ്റ്റേക്കാണ്. ഓക്കെ, ഫ്രണ്ടാക്കാന്നൊക്കെ പറയും ചിലപ്പോൾ. അത് കിളി പോയതുകൊണ്ട് പറയണതാണ്. ഫ്രണ്ടാക്കാൻ എന്നുള്ള അതൊക്കെ വിടുക ഗൈസ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് നമുക്ക് ലൈവ് ചെയ്യാൻ പറ്റും. ലൈവോ എന്താ പറയണേ, ലൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ലൈവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട്, അതിലൂടെ നമുക്ക് ഗീവ് അവേയും ഓരോ മൈൽ സ്റ്റോൺ ആകുന്ന സമയത്തും ഗീവ് അവേ, അതേപോലെ റെഡീം കോഡ്, അതേപോലെ ഇതൊക്കെ നമുക്ക് തരാനുള്ള ഒരു പ്ലാനുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. അതിലൊക്കെ ചെയ്യണമെങ്കിലും അതൊക്കെ നിങ്ങൾക്ക് വേണ്ടി തരണമെങ്കിലും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. സോ നിങ്ങളുടെ സപ്പോർട്ടില്ലേ മക്കളെ, ഞാൻ ഒരിക്കലും എവിടെ എത്തത്തില്ല. സോ നിങ്ങളുടെ സപ്പോർട്ടാണ് മച്ചാന്മാരെ മുഖ്യമായിട്ട് എനിക്ക് വേണ്ടത്. ഇനി നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ സബും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സെറ്റാക്കാൻ മച്ചാന്മാരെ ഇനി അങ്ങോട്ട് പൊളിച്ചടക്കാൻ പറ്റും. സോ നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഷെയർ. പപ്പു പേളൂനെ ഇവിടെ 1-2 ആയിട്ടുണ്ട്. 2 കളി അവൻ ചുമ്മാ ഹെഡ്ഷോട്ട് അടിച്ചിട്ട് എന്നെ അങ്ങ് വീഴ്ത്തിയിട്ടുണ്ട്. ആൻഡ് എനിക്കൊന്നും പറയാനില്ല. കിടിലൻ ഹെഡ്ഷോട്ടൊക്കെയാണ് അടിക്കണത്. എൻ്റെ മോനും ഇജാതി ഒരു കളിക്കുന്ന പ്ലെയറാണ് ഓപ്പോസിറ്റ് വന്നേക്കുന്നത്. നിങ്ങൾക്കറിയാലോ, ഞാനൊരു നൂബാണ്. ഞാൻ ഒരു ബോട്ടാണ്. എൻ്റെ കൂടെ ഇത്രയും ദിവസം നിന്നിട്ട് എൻ്റെ കളിയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ 2 വീഡിയോ ഇട്ടിട്ട് 2 വീഡിയോയിൽ ഞാൻ ഓരോ ഗെയിം പ്ലേ ആണ് ഇട്ടേക്കുന്നത്. ആ ഗെയിം പ്ലേയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ഞാനൊരു നൂബാണ്. ഈ നൂബ എന്നെ ഇങ്ങനെ കിടിലം പോലെ 1 ടാപ്പ് അടിച്ച് ഇവന് ഇടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ബിഗ്. ഒന്നും പറയാനില്ല. അങ്ങോട്ട് കൊടുക്കാം. അവൻ്റെ അയ്യോ കറക്റ്റ് ഇത് കറക്റ്റ് വീഴും. 3 നമുക്കിവിടെ റീലോഡ് ചെയ്ത് നിൽക്കാം. അവൻ എന്തായാലും അത് പൊട്ടിക്കും.
ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കറങ്ങാം നമുക്ക്. കറങ്ങാനും പറ്റത്തില്ലേ. ഇവിടെ ഉണ്ട് ഈ രൂപൻ. അയ്യോ എൻ്റെ വെയിറ്റ് ആക്കുക. എന്നിട്ട് ഈ മണ്ടൻ ഇവിടെ ഗ്ലൂ ഇട്ട് വെച്ചേക്കുന്നു. എന്നിട്ട് ഇത് പൊട്ടിക്കുന്നുണ്ട് രൂപൻ. ഇപ്പുറത്ത് വന്നു. ഞാൻ ഇപ്പുറത്തേക്ക് ചാടി, ജസ്റ്റ് ഇങ്ങോട്ടേക്ക് ചാടി അടിക്കുകയാണ് ഞാൻ. ജസ്റ്റ് അവന് ഡാമേജ്. അയ്യോ അവനിപ്പോൾ എന്നെ വൈപ്പാക്കും. അവനൊരു ഉറപ്പ് വന്നു കേസ് എന്നെ അടിക്കാൻ പറ്റും. അവള് കയറാ, നമുക്ക് കുത്തിപ്പിടിക്കാൻ അറിയാടാ. നമ്മളോടാ കളി, നമുക്ക് കൂട്ടിപ്പിടിക്കാനൊക്കെ അറിയാം. അവൻ എന്നാലും എന്നെ വൺ ടാപ്പ് അടിച്ചിട്ടു ഗൈസ്. 3 റൗണ്ടും എന്നെ വൺ ടാപ്പ് അടിച്ചിട്ടിട്ടുണ്ട്. എൻ്റെ മോനെ ഓപ്പോസിറ്റ് ബിഗ് പ്രോ പ്ലെയർ. ഓ വാട്ട് എടാ എന്തടിയാടാ അവൻ അടിക്കുന്നു ഇങ്ങനെയൊക്കെ. എടാ ഇങ്ങനെയൊക്കെ ഒരു പ്ലെയർ അടിക്കോ നമ്മളെ? ഇങ്ങനെയൊക്കെ ഒരു പ്ലെയർ ഗൈസ്. ഇനി ഇവിടുന്ന് തൊട്ട് കംബാക്ക് അടിക്കാൻ പറ്റിയാൽ ഈ വീഡിയോ കളറാവും എന്ന് പറഞ്ഞാൽ കളറാവണം. കളറായാൽ സെറ്റ്, കളറായില്ലേ പറ്റി. അയ്യോ ഞാൻ അടിക്കാൻ പറ്റണേ. ഒന്നും കൂടി കൊണ്ടാ മതി. ഹെഡ്ഷോട്ട് അടിച്ചിട്ടുണ്ട്. ഇനി 2 റൗണ്ട്സ്. ഓക്കെ, 2 റൗണ്ടും കൂടി മതി എനിക്ക്. 2 റൗണ്ട്. അവനെന്താ അങ്ങനത്തെ ഇമോജി കിടന്നേ? എന്താ വലിയ ബിഗ് മൂവ്മെൻറ്റോ അല്ലേ? എന്താ ചെയ്യുന്നുണ്ടോ? ജസ്റ്റ് അടിച്ചിടുന്നതല്ലേ? അയ്യോ ഫ്രണ്ടിൽ ഒമ്മേ ചത്തേട്ടാ. ഇത് ബിഗ് കളർഫുൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കളർഫുൾ ആവൂല. അയ്യോ കംബാക്ക് വന്നു ഗൈസ്. ഈ വീഡിയോ ഒക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാരണം ഈ വീഡിയോ പരാജയത്തിൽ നിന്ന് തിരിച്ച് വന്ന ഒരു വീഡിയോ ആണ്. സോ ഇത് നിങ്ങൾ സബ് ചെയ്തും ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഇത് ഒരു ഇജാതി കംബാക്ക് വന്ന ഒരു മാച്ചാണ്. അപ്പോൾ ഈ മാച്ച് നിങ്ങൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം ഈ കളി ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു കംബാക്ക് ആയിപ്പോയി. ജയിക്കത്തൊന്നും ആടാ, അത് വല്ലാത്തൊരു എൻഡിങ് ആയിപ്പോയി. അപ്പോൾ ഗൈസ് സോറോവൈറ്റി സൈനിങ് പറയുന്നതിന് മുമ്പ് ഈ വീഡിയോ ഒരു പരാജയമായി പോയി. ബട്ട് ഈ വീഡിയോ ഞാൻ ഇടും. ബട്ട് നമ്മൾ ഇതിനെക്കാട്ടിലും നല്ല നല്ല ഗെയിം പ്ലേ ആയിട്ട് തിരിച്ചു വരും. ഈ ഒരു ഗെയിം പ്ലേ കംബാക്ക് അടിക്കാനൊക്കെ പറ്റി വന്നതാ. ശരി മൂഞ്ചിപ്പോയി. ബട്ട് നോ, ഐ വിൽ കം ബാക്ക് സ്ട്രോങ്ങർ. അങ്ങനെയൊന്നുമല്ല, ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ആക്കാൻ ശ്രമിക്കാം. ഇപ്പം ഞാനൊരു ന്യൂബായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ലോട്ടക്കളി കളിച്ചത്. ഞാൻ നല്ല കളി കളിക്കായിരുന്നു. ആ ന്യൂബിനെയൊക്കെ പൊട്ടിക്കായിരുന്നു എന്നെക്കാട്ടും വലിയ പ്രോ പ്ലെയർ ആണെങ്കിൽ. സോ സോറോവൈറ്റി സൈനിങ് ഓഫ്.